IPL പുതിയ സീസണിൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് 11 എങ്ങനെയാകുമെന്ന് നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ മധ്യനിര ബാറ്ററും സൂപ്പർ ഫീൽഡറുമായ മുഹമ്മദ് കൈഫ്. മെഗാലയം കഴിഞ്ഞതോടെ മുംബൈ ടീമിനെക്കുറിച്ചുള്ള ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ട്രെന്റ് ബോൾട്ട്, വിൽ ജാക്സ്, മിച്ചൽ സാൻഡർ എന്നിവരടക്കം ചില മികച്ച കളിക്കാരെ ടീമിലേക്ക് കൊണ്ടുവരാൻ മുംബൈക്കായി. സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ മുംബൈ ടീമിനെക്കുറിച്ചുള്ള വിശകലനം നടത്തവെയാണ് അടുത്ത സീസണിലെ പ്ലേയിങ് 11 കൈഫ് സംസാരിച്ചത്. മുൻ നായകൻ രോഹിത് ശർമ്മയും വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനും ചേർന്നായിരുന്നു കഴിഞ്ഞ സീസൺ വരെ മുംബൈയുടെ ഓപ്പണിംഗ് ജോഡികൾ. എന്നാൽ സീസണിന് ശേഷം ഇഷാനെ ഒഴിവാക്കി അവർക്ക് ലേലത്തിൽ തിരികെ വാങ്ങാൻ സാധിച്ചതുമില്ല. ഇഷാൻ കിഷന്റെ അഭാവത്തിൽ ഇടംകൈയും ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മ മുംബൈ ഇന്ത്യൻസിന് ഓപ്പണിംഗ് റോളിലേക്ക് വരുമെന്നാണ് മുഹമ്മദ് കൈഫിന്റെ നിരീക്ഷണം. വിൽ ജാക്സിന് മുംബൈ ഇന്ത്യൻസിൽ ബാറ്റിംഗിൽ താഴേക്ക് ഇറങ്ങേണ്ടതായി വരും. രോഹിത് ശർമ്മയും തിലക് വർമ്മയും ചേർന്നായിരിക്കും ഇത്തവണ ഓപ്പൺ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നു. അതിനുശേഷം 3-ാം നമ്പറിൽ സൂര്യകുമാർ യാദവും കളിക്കും. അദ്ദേഹത്തിന്റെ നമ്പർ എല്ലായ്പ്പോഴും 3 തന്നെയാണ്. ഇവിടെ സൂര്യ നന്നായി കളിക്കുകയും ചെയ്യാറുണ്ട്. നമാൻ ധീറായിരിക്കും 4-ാം നമ്പറിൽ എത്തുക. ഹാർദിക് പാണ്ഡ്യയെ 5-ാം നമ്പറിൽ നിലനിർത്തും. അതിനുശേഷമായിരിക്കും വിൽ ജാക്സിന് ഒഴിമെന്നും കൈഫ് അഭിപ്രായപ്പെട്ടു. ഇഷാൻ കിഷന് പകരം പരിചയസമ്പന്നനായ ഒരു വിക്കറ്റ് കീപ്പറെ ലേലത്തിൽ കൊണ്ടുവരാൻ മുംബൈ സാധിച്ചില്ല എന്നത് പ്രശ്നം തന്നെയാണെന്ന് മുഹമ്മദ് കൈഫ് പറഞ്ഞു. ഒരു യുവ വിക്കറ്റ് കീപ്പറാണ് മുംബൈ ഇന്ത്യൻസിനായി 7-ാമനെ കളിപ്പിക്കേണ്ടതായി വരിക. അത് റോബിൻ മിൻസ് ആവാൻ തന്നെയാണ് സാധ്യത. അധികം അറിയപ്പെടാത്ത ഒരു ബാറ്റർ കൂടിയാണ് താരം. ലേലത്തിന്റെ ആദ്യ ദിനം നിരാശപ്പെടുത്തിയ മുംബൈ 2-ാം ദിനത്തിൽ മികച്ച തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്നും കൈഫ് വിലയിരുത്തി. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി റോബിൻ മിൻസും ശ്രീജിത്ത് കൃഷ്ണനുമാണ് മുംബൈ ടീമിലുള്ളത്. ഇവരിലൊരാളെ മുംബൈ ചിലപ്പോൾ ഇമ്പാക്ട് പ്ലെയറായി പരീക്ഷിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. മുംബൈ ഇന്ത്യൻസിലെ ബൗളിംഗ് നിരയിൽ മുൻ സീസണിലുണ്ടായിരുന്ന കുറവുകൾ ഇത്തവണ പരിഹരിച്ചു കഴിഞ്ഞതായി മുഹമ്മദ് കൈഫ് ചൂണ്ടിക്കാട്ടി. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ നേരത്തെ തന്നെ നിലനിർത്തിയ മുംബൈ ലേലത്തിൽ ന്യൂസിലാൻഡ് പേസർ ട്രെന്റ് ബോൾട്ട്, ഇന്ത്യൻ സീമർ ദീപക് ചഹർ എന്നിവരെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. മുംബൈ ഇന്ത്യൻസിലെ 1-2 കളിക്കാരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം കഴിവ് തെളിച്ച മാച്ച് വിന്നർമാരാണ്. ബൗളിങ്ങിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു. ദീപക് ചഹർ വളരെ നന്നായി ബോൾ ചെയ്യാറുണ്ട്. ചെന്നൈക്കായി അദ്ദേഹം അത് തെളിയിച്ചിട്ടുള്ളതാണ്. ട്രെന്റ് ബോൾട്ടും ജസ്പ്രീത് ബുംറയും വീണ്ടും ഒരുമിച്ച് ബോൾ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നും കൈഫ് പറഞ്ഞു. ഹാർദിക് പാണ്ഡ്യയും ബോൾ ചെയ്യുന്നുണ്ട്. സ്പിൻ ബോളിംഗ് ആയിരുന്നു മുംബൈയുടെ ഒരു വീക്ക്നെസ്. സാന്റനറെ ഉൾപ്പെടുത്തിയത് ഇത് ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. കടലാസിൽ കരുത്തുറ്റ ടീമായാണ് മുംബൈ കാണപ്പെടുന്നതെന്നും കൈഫ് കൂട്ടിച്ചേർത്തു.